ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുമായിട്ടാണ് വന്നത്. നമ്മുടെ പെരുന്നാൾ വ്രതമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, നോമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇഫ്താർ സ്നാക്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദിവസമായിട്ട്. അപ്പോൾ വെജിറ്റേറിയൻ റെസിപ്പീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോൺ വെജ് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്യാനൊന്നും മടിച്ചത്. അപ്പോൾ എന്തായാലും മുട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. കൽമാസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യലാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനിലും ബീഫിലും ചെയ്യാം, മുട്ട ഉപയോഗിച്ചും ചെയ്യാം. നമ്മളിപ്പോൾ മുട്ട ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഹെൽത്തി സ്നാക്കാണ്. അതിനടിയിൽ കമൻറ്റ് ചെയ്തിട്ട് അൺഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട്, എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ റെഡ് കളർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കൽമാസ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും കാര്യങ്ങൾ എളുപ്പത്തിലുള്ളതാണ്. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി. പുട്ടിൻ്റെ പൊടി എടുക്കരുത്, തരിയുള്ള പൊടി എടുക്കരുത്. അതാണ് നമ്മുടെ മെയിൻ സംഭവം. നല്ല നൈസായിട്ടുള്ള പൊടി, പത്തിരിപ്പൊടിയോ ഇടിയപ്പം പൊടിയോ എടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് തേങ്ങ ചിരവിയത്. 1.5 കപ്പ് പൊടിക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. 3 മുട്ടയുടെ അളവിലേക്കാണ് ഞാനിതെല്ലാം പറയുന്നത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാണ് ചേർക്കുന്നത്. 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. ഒരു 8-10 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പൊടി കുഴച്ച് വയ്ക്കണം. പൊടി കുഴച്ച് വയ്ക്കാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു അരപ്പും കൂടി ചേർക്കണം. അരപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കി ചേർക്കണം. തേങ്ങ ഒതുക്കി ചേർക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വലിയ ഉള്ളിയാണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലും നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ 1 പിടി ഉള്ളി, അതാണ് കണക്ക്. അല്ലാതെ ഇത്ര എണ്ണം എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. കയ്യിലിങ്ങനെ 1 പിടി ഉള്ളി എടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, നമ്മുടെ ചെറിയ ജീരകം. ചെറിയ ജീരകമാണെങ്കിൽ മാറിപ്പോരുത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ വലിയ ജീരകം, നമ്മുടെ ഫെന്നൽ സീഡ്സ്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് തരുതരിപ്പായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക മിക്സിയുടെ ജാറിൽ. നമ്മൾ അവിയലിനൊക്കെ ഒതുക്കില്ല, അതുപോലെ അത്രയും പോലും ഒതുങ്ങണ്ട, അതിലും കുറച്ചുകൂടി കുറവായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങയും ജീരകവും എല്ലാം ചേർത്ത് ഒതുക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പൊടിക്ക് ആവശ്യമായ ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഒതുക്കിയെടുത്ത തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ പൊടി കുഴയ്ക്കൽ നമ്മൾ ആദ്യം കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ജോലികൾ കഴിയുമ്പോൾ വേഗം തന്നെ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ കൈ ഉപയോഗിച്ചാണ് കുഴയ്ക്കുന്നത്. നന്നായിട്ട് ഈ തേങ്ങയുടെ നനവൊന്ന് നമ്മുടെ ഈ പൊടിയിലേക്ക് പിടിച്ചു വരണം. ആ രീതിയിലൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പൊടി ചേർക്കണം. അപ്പോൾ നമ്മുടെ കണക്കെല്ലാം തെറ്റും. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പൊടിക്കുള്ള തേങ്ങയാണ് ഈ 3/4 കപ്പ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കണക്ക് തെറ്റിപ്പോരുതെന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവാനും പാടില്ല. ഇനി നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട്, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാകത്തിലൊക്കെ വെള്ളം തിളപ്പിക്കില്ലേ നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കാനൊക്കെ, ആ ഒരു പാകത്തിലുള്ള തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടി നമ്മൾ കുറച്ചേ എടുത്തുള്ളൂ എന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കൂടുതൽ പൊടി ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സ്നാക്ക് വേണം, ഈ ഒരു അളവിൽ 9 എണ്ണം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഉണ്ടാക്കുന്ന വലിപ്പത്തിലാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്നാക്ക് വേണം എന്നുള്ളതനുസരിച്ച് പൊടിയുടെ അളവ് കാണുക. എന്താണെന്ന് വെച്ചാൽ പൊടി നനഞ്ഞു വരുമ്പോൾ അളവ് കൂടുതലാവും. നന്നായിട്ടൊന്ന് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറി വന്നിട്ട് നമുക്ക് ഒരു ഇളം ചൂടായി വന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് നമ്മുടെ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പൊടി ഒന്ന് ചൂട് മാറി വരട്ടെ. അപ്പോൾ നമ്മളിതാ നമ്മുടെ പൊടി ചൂടൊന്ന് കുറഞ്ഞു വന്നപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ ചൂടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്നുകൂടി കുഴയ്ക്കുക. അങ്ങനെ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. നമ്മുടെ മുട്ട ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോളയാണെങ്കിൽ
ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ റൗണ്ടിൽ പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. പൊടി അടച്ചു വയ്ക്കണം, പൊടി ഡ്രൈ ആയി പോരുത്, അതിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ആവരുത്. നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ അളവിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി, ഇഞ്ചി, സവോള ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് ബ്രൗൺ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർക്കാം. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇനി സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഒന്നും ചേർക്കാനില്ല. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മതി, അധികം ആവണ്ട. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് പച്ചമുളക് ഒഴിവാക്കിയിട്ട് ഈ ഒരു മുളക് പൊടി മാത്രം ചേർക്കാം. മുളക് പൊടിയും 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. നമ്മൾ പുറമേ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ ഒരു റെസിപ്പി തന്നെ നമുക്ക് ചിക്കനിലും ബീഫിലും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ മുട്ടയിൽ ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാം. പൊടികളൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മസാല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മസാല ഒന്ന് കുഴഞ്ഞ പാകത്തിലായി കിട്ടണം. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം മതി. ഒന്ന് ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് മസാല എല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, ആ മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. മുട്ട പൊടിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചെറുതായിട്ട് തന്നെയാണ് വേണ്ടത് ഫില്ല് ചെയ്യാനായിട്ട്. വലിയ പീസുകളാണെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളൂ. അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഡിഷിന് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏതൊരു സ്റ്റേജിലാണെങ്കിലും എരിവ് കുറവാണെങ്കിൽ ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയും റെഡിയായി, നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മസാല ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂട് കംപ്ലീറ്റ് മാറണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പൊടി ഉണ്ടല്ലോ, പൊടി കുഴച്ചത് എടുത്ത് വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഒരു ചെറിയ അളവിൽ വെളിച്ചെണ്ണയും കൂടി നമ്മുടെ കയ്യിലൊന്ന് തടവാൻ എടുത്ത് വയ്ക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കയ്യിൽ നന്നായിട്ട് പരത്തി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ഉരുള മാവെടുക്കാം. നമുക്ക് എത്രത്തോളം വലിപ്പമുള്ള സ്നാക്ക് വേണോ അതനുസരിച്ച് മാവിൻ്റെ വലിപ്പം തീരുമാനിക്കാം. ഇത് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണയിൽ കൈ മുക്കണമെങ്കിൽ മുക്കാം. എന്താണെന്ന് വെച്ചാൽ പരന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം കൈ ഒന്ന് മുക്കിയെടുക്കാം വെളിച്ചെണ്ണയിൽ. ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തിട്ട് നമ്മുടെ മസാല ഇതിൻ്റെ നടുഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ചെറിയൊരളവിൽ മാത്രം മസാല വയ്ക്കുക, ഒരുപാട് മസാല വയ്ക്കരുത്. ഒരു മുട്ടയുടെ പീസോ 2 മുട്ടയുടെ പീസോ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഉന്നക്കായ ചെയ്തെടുക്കില്ലേ, അതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഉന്നക്കായയുടെ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു കൽമാസ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ണൂർ സ്നാക്കാണ് കേട്ടോ, നമ്മുടെ ഇവിടെ നിന്നുള്ള സ്നാക്കല്ല. ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഒട്ടും പൊട്ടലുണ്ടാവരുത്. പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഒരു കൽമാസ് റെഡിയായി. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് എല്ലാം എന്താ റെഡിയായി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 9 എണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 9 എണ്ണം ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഈ ഒരു സ്നാക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറി തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കുക. ഇഡ്ഡലി തട്ടിൽ ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഞാനിത് ആവി കയറ്റിയെടുക്കട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്, ആവി കയറ്റാൻ വെച്ചിട്ട് ബാക്കി പരിപാടി. അപ്പോൾ നമ്മുടെ കൽമാസ് എല്ലാം നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട അടുത്ത മസാല റെഡിയാക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. കളറിന് വേണ്ടിയാണ്, എരിവിന് വേണ്ടിയല്ല. എരിവിനുള്ളതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളറിനായിട്ടും ലൈറ്റായിട്ട് ഒരു എരിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, വളരെ ചെറിയ അളവിൽ ഉപ്പ്. നന്നായിട്ട് വെള്ളം ചേർത്തത് ഒരു ലൂസ് ബാറ്റർ ആക്കി എടുക്കുക. തിക്കായിട്ടുള്ള ബാറ്റർ അല്ല, ലൂസായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഇനിയുള്ള പരിപാടികൾ. നമ്മുടെ കൽമാസൊക്കെ ഒന്ന് കുക്കായി ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ നല്ല വെള്ളം പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൽമാസ് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ കാണാം. ഇപ്പോൾ നമ്മുടെ കൽമാസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് മാറി വന്നതിന് ശേഷം വേണം നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ, മസാല റെഡിയാക്കി വെച്ചത് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് ഓയിൽ വേണ്ട. ഞാനിപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാത്രം കഴിക്കാം. ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ ട്രഡീഷണൽ കൽമാസ് റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയും കൂടി ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം. നമ്മൾ പാനിലേക്ക് ചെറിയൊരളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരളവിൽ മതി, ഒരുപാട് വേണ്ട. ഇതിൽ ഏറ്റവും കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ എപ്പോഴും വെളിച്ചെണ്ണ കുറവ് മതി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക, ചെറിയ ബർണറിൽ വയ്ക്കുക. വലിയ ബർണറിൽ വയ്ക്കരുത്, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഈ മസാലയിലേക്ക് നമ്മുടെ കൽമാസ് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു മസാല കൽമാസിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരുപാട് മസാല അങ്ങോട്ട് കോട്ടാവണ്ട, ജസ്റ്റ് ഒന്ന് കോട്ടായാൽ മതി. ഇനി നമുക്കിത് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു 3-4 എണ്ണം നമുക്ക് അറ്റ് എ ടൈം വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊന്നും അത്ര പോപ്പുലർ അല്ലാത്ത കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചിക്കൻ ഉപയോഗിച്ചോ ബീഫ് ഉപയോഗിച്ചോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് മുട്ടയാണ്. അതുകൊണ്ടാണ് മുട്ട ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് മുളക് പൊടി ഒന്ന് കുക്കായി വരാനുള്ള സമയം അത്രയും മതി കേട്ടോ. അതിൽ കൂടുതൽ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാ സൈഡും കുക്കായി വരട്ടെ. മുളക് പൊടിയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നമ്മൾ പാൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പാൻ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 രീതിയിലും കഴിക്കാം. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ്, മറ്റത് നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കിയിട്ടുള്ള രീതിയാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് പ്രസൻറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും ഇഫ്താറൊക്കെ ആയിട്ട് റംസാനാണ്, നോമ്പ് തുറക്കുമ്പോൾ വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.